EVM തുടങ്ങിയിരിക്കുന്നു. EVM തുടങ്ങുമ്പോൾ UR പ്രദീപിന് ലീഡ്. അതായത് വരവൂർ പഞ്ചായത്ത് എണ്ണി തുടങ്ങുമ്പോൾ UR പ്രദീപ് തുടങ്ങിയിരിക്കുന്നു. ശ്രദ്ധിക്കണം, കഴിഞ്ഞ തവണ കെ രാധാകൃഷ്ണന് 4000-ലധികം വോട്ടിന്റെ മേൽക്കൈ കൊടുത്ത മേഖലയാണ് ഈ വരവൂർ മേഖല. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിക്കഴിഞ്ഞതിന് ശേഷം ഇതാ ചേലക്കരയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള ആദ്യത്തെ കൗണ്ടുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. UR പ്രദീപ് ഒരു തരംഗത്തിന് തുടക്കം കുറിക്കുകയാണ്. അപ്പോഴും ശ്രദ്ധിക്കണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായ വരവൂർ, ദേശമംഗലം, അതുപോലെ തന്നെ വള്ളത്തോൾ നഗറാണ് ആദ്യത്തെ 3 റൗണ്ടുകളിൽ എണ്ണുക എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യത്തെ റൗണ്ട് കൊണ്ട് മാത്രം UR പ്രദീപിന്റെ വിജയം പ്രഖ്യാപിക്കാൻ കഴിയില്ല. എന്തായാലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള ആദ്യത്തെ കൗണ്ട് വരുമ്പോൾ ചേലക്കരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDF ലീഡ് ചെയ്യുകയാണ്. വരവൂർ, ദേശമംഗലം, വള്ളത്തോൾ നഗർ, പാഞ്ഞാൾ ഇങ്ങനെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ആദ്യഘട്ടങ്ങളിലെല്ലാം LDF-ന് ലീഡ് സാധാരണ കിട്ടുന്ന സ്ഥലങ്ങൾ അവിടെ ലീഡ് എത്രത്തോളം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും UR പ്രദീപിന് എന്നതാണ്. 232 വോട്ടുകൾക്ക് LDF സ്ഥാനാർത്ഥി ചേലക്കരയിൽ ലീഡ് ചെയ്യുകയാണ്. ഒരൊറ്റ അടിക്ക് പോലും പിന്നോട്ട് പോകാതെ, ഒരൊറ്റ നിലയിൽ പോലും പിന്നോട്ട് പോകാതെ, ഒരു വോട്ടിനും പിന്നോട്ട് പോകാതെ ലീഡ് ഇങ്ങനെ തന്നെ ഉയർത്തി മുന്നോട്ട് പോയിട്ടുള്ളതാണ് കഴിഞ്ഞ 28 വർഷത്തെ ചരിത്രം എന്ന് പറയുന്നത്. ആ ചരിത്രത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ കുറഞ്ഞു പോയാൽ ഓരോ വോട്ടിനും കണക്ക് പറയേണ്ടതുണ്ട് എന്നുള്ളതാണ്. EVM-ലും ആ ലീഡ് നില മുന്നോട്ട്. പാലക്കാട്ടെ ഒരു നിർണായകമായ വിവരം ഞാൻ പങ്കുവെക്കാം. 200 പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോൾ 125 BJP-ക്കാണ്. ത്രികോണ മത്സരത്തിൽ 200 പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോൾ 125 BJP-ക്കാണ്. 200-ൽ 125, ഭൂരിപക്ഷം പകുതിയിലധികം. ഒരു ത്രികോണ പോരാട്ടത്തിൽ പകുതിയിലധികം. 125 എന്നതൊരു ചെറിയ സംഖ്യയല്ല. പോസ്റ്റൽ ബാലറ്റ് ഉൾപ്പെടെ അതിനിർണായകമായി മാറുന്ന പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ചിത്രമാണ്. ആദ്യ റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായി ചേലക്കരയിൽ. ആദ്യ റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായി ചേലക്കരയിൽ. നമ്മൾ നിർണായകമായ വിവരം പ്രതീക്ഷിക്കുന്നു. എത്ര വലിയ അതിനിർണായകമായ 422 വോട്ടുകൾക്കേ ഉള്ളോ ലീഡ്. അത് ഫസ്റ്റ് കണക്കാണ്. ഫസ്റ്റ് റൗണ്ടിന്റെ പൂർണ്ണമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ ലീഡ് 1200 വോട്ടെങ്കിലും കുറഞ്ഞത് അവിടെ ലീഡ് ചെയ്യുമെന്ന പ്രതീക്ഷയാണ് LDF-നുള്ളത്. ഏതായാലും വരവൂർ പഞ്ചായത്ത് പരിപൂർണമായി എണ്ണിക്കഴിഞ്ഞു. ആദ്യ റൗണ്ടിൽ കഴിയില്ല എന്നുള്ളതാണ്. 422 മാത്രമാണ് ലീഡെങ്കിൽ അതിന് ലീഡായി CPM-ന് കണക്കിലെടുക്കാൻ പോലും കഴിയില്ല. ആദ്യ റൗണ്ടിൽ LDF-ന്റെ പ്രധാനപ്പെട്ട വരവൂർ മേഖലയിലെ ആദ്യ റൗണ്ടിലെ ലീഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ കാണുന്ന ഒരുപക്ഷെ പോസ്റ്റൽ ബാലറ്റിന്റെ കണക്കാണ്. ആദ്യ റൗണ്ടിലെ കണക്ക് വന്നിട്ടില്ല. EVM-ൽ പ്രദീപാണ് ലീഡ് ചെയ്യുന്നത്. പക്ഷേ റൗണ്ട് കണക്കുകൾ വന്നിട്ടില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ആദ്യത്തെ റൗണ്ടിൽ 1167 വോട്ടിന് LDF ലീഡ് ചെയ്തിരുന്നത്. 1200 ആണ് അവരുടെ പ്രതീക്ഷ. 1200 എങ്കിലും കുറഞ്ഞത്. 1200